ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് 3rd യൂണിറ്റ് ആണ്. നമ്മുടെ 3rd യൂണിറ്റിന്റെ പേര് വരുന്നത് മ്യാവ് എന്നാണ്. അപ്പൊ നമുക്ക് നേരെ യൂണിറ്റ് വായിക്കാം. ഇവിടെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്കൊരു പപ്പി ഒരു പായയിൽ കിടന്ന് ഉറങ്ങുന്നത് കാണാം അല്ലേ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. സോഫയുടെ അടുത്തുള്ള ഒരു പായയിൽ ഒരു പപ്പി കിടന്ന് ഉറങ്ങുകയാണ്. മ്യാവ്, ഹി ഹേർഡ് എ സൗണ്ട്. പപ്പി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദമാണ്? മ്യാവ് എന്നുള്ളൊരു സൗണ്ടാണ് പപ്പി കേട്ടത്. ആരുടെ ശബ്ദമായിരിക്കും അത്? നമുക്ക് നോക്കാം. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്, ഹി ലുക്ക്ഡ് അറൗണ്ട്. അപ്പോൾ പപ്പി തല ഉയർത്തി. റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ തല ഉയർത്തി. അപ്പോൾ പപ്പി തല ഉയർത്തിയിട്ട് ചുറ്റും നോക്കുകയാണ്, എവിടെ നിന്നാണ് ഈ മ്യാവ് സൗണ്ട് കേട്ടത് എന്ന്. ഓ, നോബഡി ഈസ് ഹിയർ, ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അപ്പം ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് പപ്പി വീണ്ടും ഉറങ്ങാനായിട്ട് പോവാണ്. മ്യാവ്, വീണ്ടും എന്താണ്? മ്യാവ് സൗണ്ട് കേൾക്കുകയാണ്. ഹു ഇസ് ദേർ ആസ്ക്ഡ് ദ പപ്പി. അവിടെ ആരാണ് എന്ന് പപ്പി ചോദിച്ച് പപ്പി കട്ടിലിനടിയിലേക്ക് പോവാണ്. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അണ്ടർ ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെഡിന് താഴെ. അങ്ങനെ പപ്പി ബെഡിന് താഴെ നോക്കുമ്പോഴും അവിടെ ആരെയും കാണാനില്ല. നോബഡി ഈസ് ഹിയർ. അപ്പൊ പപ്പി പറയാണ്, ഇവിടെ ആരും ഇല്ലല്ലോ. ദെൻ ഹി സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. നോബഡി വാസ് ദേർ. പിന്നെ പപ്പി എവിടെയാ നോക്കിയത്? മേശയുടെ താഴെ. അതിനെയാണ് നമ്മൾ പറയുന്നത് അണ്ടർ ദ ടേബിൾ. മേശയുടെ താഴെ നോക്കിയപ്പോഴും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഹി ക്ലൈംഡ് ഓൺ ടു ദ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. പിന്നെ പപ്പി വിൻഡോയുടെ മുകളിലേക്ക് ചാടി കയറിയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. ഹി സോ എ റൂസ്റ്റർ ഇൻ ദ യാർഡ്. അവിടെ ആരെയാണ് നമ്മുടെ പപ്പി കണ്ടത്? അവിടെ പപ്പി ഒരു റൂസ്റ്ററിനെയാണ് അല്ലേ കണ്ടത്. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, നമ്മുടെ പപ്പി ഒരു പൂവൻ കോഴീനെ കാണുകയാണ്. ദ പപ്പി റാൻ ടു ദ റൂസ്റ്റർ. അപ്പൊ പപ്പി റൂസ്റ്ററിന്റെ അടുത്തേക്ക് ഓടിപ്പോയി, പൂവൻ കോഴിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഹു സെഡ് മ്യാവ്, ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. ആരാണ് മ്യാവ് എന്ന് പറഞ്ഞേ എന്ന് റൂസ്റ്ററിനോട് നമ്മുടെ പപ്പി ചോദിക്കുകയാണ്. ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് കോക്കഡൂഡിൽ ഡൂ. എന്താണ്? റൂസ്റ്റർ അതിന് ചിറകടിച്ചിട്ട് പറയാണ് കോക്കഡൂഡിൽ ഡൂ. നമ്മുടെ കോഴി എങ്ങനെയൊക്കെ അറിയാം? കൊക്കരക്കോ എന്നല്ലേ. അപ്പോൾ നമ്മുടെ റൂസ്റ്റർ ചിറകടിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മ്യാവ് എന്ന് പറയാൻ അറിയില്ല എന്നാണ് ഇവിടെ റൂസ്റ്റർ പറയുന്നത്. ക്യാൻ യു സേ മ്യാവ് ആസ്ക്ഡ് ദ പപ്പി. അപ്പൊ പപ്പി റൂസ്റ്ററിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? ഐ കനോട്ട്, ഐ ഓൺലി സേ കോക്കഡൂഡിൽ ഡൂ സെഡ് ദ റൂസ്റ്റർ. അപ്പൊ റൂസ്റ്റർ പറയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് ആകെ കൊക്കരക്കോ കോക്കഡൂഡിൽ ഡൂ എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. മ്യാവ്, ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ, ഹി സോ എ കെനൽ നിയർ ബൈ. വീണ്ടും നമ്മുടെ പപ്പി മ്യാവ് സൗണ്ട് കേൾക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാനല്ലേ മ്യാവ് സൗണ്ട് ആരാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ പപ്പിക്ക് കാണാനില്ല. പപ്പി അവിടെ ഒരു പട്ടിയുടെ കൂടാണ് കാണുന്നത്, ഒരു കെന്നലാണ് കാണുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഹിയർ സെഡ് ദ പപ്പി. ഓ, അപ്പൊ ഇതിന്റെ ഉള്ളിലായിരിക്കും ആ സൗണ്ട് വരുന്നേ എന്നാണ് നമ്മുടെ പപ്പി ചിന്തിക്കുന്നത്. ഹി വോക്ക് ടു ദ കെന്നൽ. അങ്ങനെ ആ കെന്നലിന്റെ അടുത്തേക്ക് നമ്മുടെ പപ്പി പോവുകയാണ്. ഹി സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അപ്പൊ ആ പട്ടിയുടെ കൂടിനകത്ത് ഒരു ഡോഗിനെ നമ്മുടെ പപ്പി കാണുകയാണ്. വാസ് ദാറ്റ് യു? നിങ്ങളായിരുന്നു അത്? വാട്ട്? എന്ത്? യു സെഡ് മ്യാവ് റൈറ്റ്. നിങ്ങൾ മ്യാവ് എന്ന് പറഞ്ഞില്ലേ? മീ? ബൗ വൗ, ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പൊ നമ്മുടെ ഡോഗ് പറയാണ്, മീ? ഞാനോ? ബൗ ബൗ, നിങ്ങൾ തമാശ പറയാണോ? ആർ യു ജോക്കിംഗ്? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. അപ്പൊ ആ ഡോഗിന് ദേഷ്യം വന്നു. ദ പപ്പി വാസ് എഫ്രൈഡ്. എന്താണ്? പപ്പി പേടിച്ചു. ഹി റഷ്ഡ് ടു ദ ഗാർഡൻ, ഹി ഹിഡ് അണ്ടർ എ ബുഷ്. അങ്ങനെ പെട്ടെന്ന് പൂന്തോട്ടത്തിലേക്ക് പോയിട്ട് ഒരു ബുഷിന് താഴെ, പുല്ലിന് താഴെയായിട്ട് നമ്മുടെ പപ്പി ഒളിച്ചിരിക്കുകയാണ്. ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. അങ്ങനെ ഒരു പൂവില് തേൻ കുടിക്കാനായിട്ട് വന്ന ഒരു ഹണി ബി, ഒരു തേനീച്ചയെ നമ്മുടെ പപ്പി കാണുകയാണ്. ഇറ്റ് മസ്റ്റ് ബി ഹിം. ഓ, അപ്പോൾ ഇവരായിരിക്കും അത് പറഞ്ഞത് എന്നാണ് നമ്മുടെ പപ്പി വിചാരിക്കുന്നത്. തോട്ട് ദ പപ്പി. യു സെഡ് മ്യാവ് ഡിഡന്റ് യു? നിങ്ങൾ മ്യാവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വീണ്ടും പപ്പി ആരോട് ചോദിക്കുന്നേ? ഹണി ബിയോടാണ് ഈ ചോദിക്കുന്നത്. മീ? ബസ്റ്റ് ദ ഹണി ബി. ഞാനോ എന്ന് പറഞ്ഞിട്ട് സൗണ്ടില് ഹണി ബി മൂളാണ്. ഗോ അവേ, ഇവിടുന്ന് വഴി മാറൂ. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അങ്ങനെ പപ്പിയുടെ മൂക്കില് ഈ തേനീച്ച കുത്തുകയാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പി ഓടുന്നു. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. അങ്ങനെ ഓടിയിട്ട് നമ്മുടെ പപ്പി എങ്ങോട്ടാ ചാടുന്നേ? ഒരു കുളത്തിലേക്കാണ് ചാടുന്നത്. പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം. ദ ഹണി ബി വെന്റ് ബാക്ക്. അപ്പോൾ ആ തേനീച്ച തിരിച്ചു പോയി. ദ പപ്പി കേം ഔട്ട്. മ്യാവ്, സംബഡി സെഡ് അഗെയിൻ. അങ്ങനെ പപ്പി പുറത്തു വന്നപ്പോൾ വീണ്ടും മ്യാവ് സൗണ്ട് കേൾക്കുകയാണ്. ദ പപ്പി സോ എ ഫ്രോഗ്. അപ്പോഴാണെങ്കിലോ ആ കുളത്തിൽ ഒരു തവള ഇരിക്കുന്നുണ്ടായിരുന്നു. ക്യാൻ യു സേ മ്യാവ്? അപ്പോൾ തവളയോട് നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മ്യാവ് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ക്രോക്ക് ക്രോക്ക്, വാട്ട് എ സില്ലി പപ്പി. ഇപ്പോൾ തവള പറയാണ് ക്രോക്ക് ക്രോക്ക്. തവളയുടെ കരച്ചിലാണ് ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. എന്തൊരു മണ്ടനാണ് ഈ പപ്പി.
Frogs can only croak. തവളകൾക്ക് ക്രോക്ക് സൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. The frog jumped into the water. അങ്ങനെ ആ തവളയും വെള്ളത്തിലേക്ക് ചാടുകയാണ്. The puppy went home. He was wet and sad. അങ്ങനെ ആ പപ്പി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവനാണെങ്കിലോ ആകെ നനഞ്ഞ് വിഷമത്തിലാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മുടെ റൂസ്റ്ററും ഡോഗും ഒക്കെ അവിടെ ഉണ്ട്. Lay on the mat near the coat. അപ്പൊ ആ കട്ടിലിനടുത്തുള്ള ആ മാറ്റില് പപ്പി വീണ്ടും കിടക്കുകയാണ്. ലേ എന്ന് പറഞ്ഞാൽ കിടക്കുകയാണ്. Suddenly he heard meow. അപ്പം പെട്ടെന്ന് വീണ്ടും മ്യാവ് സൗണ്ട് കേട്ടു. He jumped up and saw a fat cat sitting on the table. അവൻ പെട്ടെന്ന് ചാടിയപ്പോൾ എന്താ കണ്ടത്? ടേബിളിന് മുകളിലായിട്ട് ഒരു ഫാറ്റ് കാറ്റ്, നല്ല തടിയുള്ള ഒരു പൂച്ച ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ പൂച്ചയാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പപ്പിക്ക് മനസ്സിലാവാണ്. ബൗ വൗ, the puppy barked at the cat. അപ്പൊ ആ പൂച്ചയുടെ അടുത്തേക്ക് നമ്മുടെ പപ്പി ബൗ വൗ എന്ന് പറഞ്ഞിട്ട് കുരച്ചുകൊണ്ട് പോവാണ്. ബാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ പട്ടി കുരയ്ക്കുന്നതിനെയാണ് പറയുന്നത്. The cat arched her back and hissed shh. അപ്പോൾ ആ പൂച്ച അതിന് പുറം ഭാഗം ആർച്ച് പോലെ, അതായത് ഇങ്ങനെ വളച്ചിട്ട് ഷ് എന്ന സൗണ്ടിൽ പട്ടിയുടെ നേരെ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് പോവാണ്. The cat jumped at the puppy. Fur, meow. അങ്ങനെ ആ ക്യാറ്റ് പപ്പിയുടെ നേരെ ചാടി മ്യാവ് ഫർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പിയെ പേടിപ്പിക്കുകയാണ്. The cat scratched the puppy's ear and ran away. എന്താണ്ടായത്? ആ പൂച്ച പപ്പിയുടെ ചെവിയിൽ മാന്തിയിട്ട് ഓടിപ്പോയി. സ്ക്രാച്ച്ഡ് എന്ന് പറഞ്ഞാൽ മാന്തി. The puppy come back to his mat and fell asleep. അതിന് വീണ്ടും തിരിച്ച് നമ്മുടെ പപ്പി അതിന്റെ മാറ്റിൽ വന്നിട്ട് കിടക്കുകയാണ്. Now he knew who said meow. ഇപ്പൊ അവനറിയാം ആരാണ് മ്യാവ് പറഞ്ഞതെന്ന്. അവനൊരു ചെവിയിലൊക്കെ മാന്തൊക്കെ കിട്ടിക്കിടക്കുകയാണല്ലേ. ഇപ്പൊ അവനറിയാം ആരാണ് അവിടെ മ്യാവ് എന്ന് പറഞ്ഞതെന്ന്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ മ്യാവ് എന്ന സ്റ്റോറി അവസാനിക്കുകയാണ്. ഇതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കൂ. How many words can you read? Write them in the box. അപ്പൊ ഇവിടെ കുറെ ഹണി ബീസ് കുറച്ച് വേർഡ്സും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് താഴെയുള്ള ബോക്സിൽ എഴുതണ്ടേ. നമുക്ക് ആ വേർഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. സ്ലീപ്പ്, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. എറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും എന്നാണ് അർത്ഥം. നോബഡി, ആരും. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്നാണ് അർത്ഥം. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനലിനെയാണ് അല്ലെ നമ്മൾ വിൻഡോ എന്ന് പറയാ. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. ഗാർഡൻ എന്താണ്? പൂന്തോട്ടം. കെന്നൽ, നായയൊക്കെ കെട്ടുന്ന കൂടിനെയാണ് നമ്മൾ കെന്നൽ എന്ന് പറയാം. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. സ്റ്റോങ് എന്ന് പറഞ്ഞാൽ കുത്തി എന്നാണ് അർത്ഥം. നമ്മുടെ തേനീച്ച നമ്മുടെ പപ്പിയുടെ കണ്ണിൽ കുത്തുന്നുണ്ട് അല്ലെ. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ മാന്തി. റൂസ്റ്റർ ആരാണ്? പൂവൻകോഴിനെയാണ് നമ്മൾ റൂസ്റ്റർ എന്ന് പറയാം. അപ്പൊ ഇതില് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകൾ താഴെയുള്ള ബോക്സിൽ നിങ്ങൾ എല്ലാവരും എഴുതാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് റീഡ് ആൻഡ് റിജോയ്സ് എന്നുള്ള ഭാഗത്തിൽ ഒരു കഥയാണ്. കഥയുടെ പേര് മോത്തി ദ ബേബി എലഫന്റ് എന്നാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബേബി എലഫന്റിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മോത്തിയെ പറ്റി വായിക്കാം. ഐ എം മോത്തി, ഞാൻ മോത്തി. ഐ ഹാവ് എ ഫ്രണ്ട്, ഹി ഈസ് എ പാരറ്റ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഹി ഈസ് എ പാരറ്റ്. അവൻ ആരാണ്? അവനൊരു പാരറ്റ് ആണ്, അവനൊരു തത്തയാണ്. ഐ ഹാവ് എ ബോൾ, എനിക്ക് ഒരു ബോൾ ഉണ്ട്. ഐ ലവ് പ്ലേയിങ് വിത്ത് ദ ബോൾ, എനിക്ക് ഈ ബോൾ കൊണ്ട് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. വൺ ഡേ ഐ ഗോട്ട് എ ബിഗ് ബോൾ. കളർ ദ ബോൾ പ്ലീസ്. ഒരു ദിവസം എനിക്ക് വലിയൊരു ബോൾ കിട്ടി. ആ ബോളിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആ ബോളിന് കൊടുക്കുക. ഐ ഹാവ് ആൻ അംബ്രല, എനിക്ക് ഒരു കുടയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് അതും നല്ല ഇഷ്ടമാണ്. ഐ പ്ലേ ദ ഗിറ്റാർ, എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാം. ഐ സിംഗ് സോങ്സ്, എനിക്ക് പാട്ട് പാടാനായിട്ട് അറിയാം. ഐ ലൈക്ക് ബാത്തിങ് ഇൻ ദ കളേഴ്സ്, എനിക്ക് നിറങ്ങളിൽ കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് എ ഫൺ, എന്ത് രസമാണത്. ഐ ക്യാൻ പെയിന്റ് ഓൺ ദ വാൾ, എനിക്ക് ചുമരൊക്കെ പെയിന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ബേബി എലഫന്റ് അവിടെ പെയിന്റ് ചെയ്യുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്. മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്. ഓ ഫ്ലവേഴ്സ്, എത്ര സ്വീറ്റ് ആയ ഫ്ലവേഴ്സ് ആണ്. എന്റെ അമ്മയാണ് എനിക്ക് പൂക്കൾ തന്നത്. ഐ എം സ്ലീപ്പി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ലെറ്റ് മീ സ്ലീപ്പ്, അപ്പൊ എന്നെ ഉറങ്ങാനൊന്ന് സമ്മതിക്കൂ. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്, ഗുഡ് നൈറ്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ട് മോത്തി അവിടെ ഉറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ റീഡ് ആൻഡ് റിജോയ്സിലെ മോത്തി ദ ബേബി എലഫന്റ് എന്നുള്ള സ്റ്റോറി. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, മീറ്റ് ക്ലിൻസ് പെറ്റ്. ഇപ്പൊ ക്ലിന്റിന്റെ പെറ്റ്, ക്ലിന്റിനെ വളർത്തു മൃഗത്തെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാണ്? ഒരു പപ്പിയാണ് അല്ലെ. ലെറ്റ് us color the parts of the pet as directed. താഴെ തന്നിരിക്കുന്നത് പോലെ നമ്മുടെ ഈ പെറ്റിന്റെ ഭാഗങ്ങൾ കളർ ചെയ്യണം. ഇവിടെ കളേഴ്സ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുക. എങ്ങനെയൊക്കെയാണ്? ഹെഡ് യെല്ലോ കളറാണ്,
ബ്രൗൺ കളറാണ് ഇയേഴ്സ്, ബോഡി വൈറ്റും ബ്രൗണും ആണ്. ബ്രൗൺ കളറിലാണ് അതിന്റെ വാല് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കളർ ചെയ്യുക. എന്നിട്ട് റൈറ്റ് അബൌട്ട് ദ പെറ്റ്, ഈ പെറ്റിനെ പറ്റിയാണ് താഴെ നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് പെറ്റിനെ പറ്റി എഴുതാം. ആദ്യം എന്താണ്? ഇതൊരു പപ്പിയാണ്. ദിസ് ഈസ് എ പപ്പി. ഇത് ആരുടെ പെറ്റാന്നാണ് പറഞ്ഞത്? ക്ലിന്റിന്റെ പെറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് ക്ലിൻസ് പെറ്റ്. ഇത് ക്ലിന്റിന്റെ പെറ്റാണ്. ഇനി നമുക്ക് അതിനെ പറ്റി എന്തൊക്കെ പറയാം? അതിന്റെ കളേഴ്സ് പറയാം. ഇറ്റ്സ് ഹെഡ് ഈസ് യെല്ലോ. അതിന്റെ തല മഞ്ഞ നിറമാണ്. ഇറ്റ് ഹാസ് 2 eyes ആൻഡ് എ ലോങ് ടെയിൽ. അതിന് 2 കണ്ണുകളും ഒരു നീളമുള്ള വാലും ഉണ്ട്. ഇറ്റ് ഹാസ് 2 eyes, 2 കണ്ണും, ആൻഡ് എ ലോങ് ടെയിൽ, നീളമുള്ള വാലും ഉണ്ട്. ഇറ്റ്സ് ടെയിൽ ഈസ് ബ്രൗൺ. അതിന്റെ വാല് ഏത് നിറാണ്? ബ്രൗൺ നിറാണ്. ദ പപ്പി ഈസ് സ്മൈലിംഗ്. ആ പപ്പി എന്താണ്? ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ പെറ്റിനെ പറ്റി എഴുതിയത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ലെറ്റ് us sing a song about Clint's pet. ഇപ്പൊ ക്ലിന്റ് അവന്റെ പെറ്റിനെ പറ്റിയിട്ട് ഒരു പാട്ടാണ് ഇവിടെ പാടുന്നത്. I have a puppy. Puppy's name is Sippy. I like my Sippy. Sippy loves me too. എന്താ പറയുന്നേ? I have a puppy. എനിക്കൊരു പപ്പിയുണ്ട്. Puppy's name is Sippy. പപ്പിയുടെ നെയിം എന്താണ്? സിപ്പി എന്നാണ് പപ്പിയുടെ പേര്. I like my Sippy. എനിക്ക് എന്റെ സിപ്പിയെ നല്ല ഇഷ്ടമാണ്. Sippy loves me too. സിപ്പിക്കും എന്നെ നല്ല ഇഷ്ടമാണ്. Now, can you write a song about your pet or your toy? നിങ്ങളുടെ ടോയിനെ പറ്റി, കളിപ്പാട്ടത്തെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റിനെ പറ്റിയോ ഇതുപോലെ നിങ്ങൾക്കൊരു സോങ് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിസ് അവിടെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. ഒരു പാരറ്റിനെ പറ്റിയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. I have a parrot. Parrot's name is Malu. I like my Malu. Malu loves me too. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പെറ്റ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ടോയ്സിനെ പറ്റിയോ ഇതുപോലെ ഒരു സോങ് എഴുതാം. ഇപ്പൊ പെറ്റിന്റെ പേര്, പിന്നെ എനിക്ക് പെറ്റിനെ നല്ല ഇഷ്ടമാണ്, അതുപോലെ പെറ്റിനും എന്നെ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സോങ് എഴുതേണ്ടത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ഇവിടെ ക്ലിന്റും പപ്പിയും കൂടിയിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ പപ്പി പറയാണ് കിക്ക് ദ ബോൾ. ആ ബോൾ അടിക്കൂ. ഹിയർ ഇറ്റ് ഗോസ്. എന്ന് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലിന്റ് ആ ബോൾ അടിക്കുകയാണ്. വാട്ട് ഈസ് ക്ലിന്റ് ഡൂയിങ്? എന്താണ് ക്ലിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എന്താ ചെയ്യുന്നേ? ക്ലിന്റും അവന്റെ പെറ്റും കൂടിയിട്ട് കളിക്കുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ക്ലിന്റ് ആൻഡ് ഹിസ് പെറ്റ് ആർ പ്ലേയിങ്. ക്ലിന്റും അവന്റെ പെറ്റും വളർത്തുമൃഗവും കൂടിയിട്ട് കളിക്കുകയാണ്. ഇനി ആക്ടിവിറ്റി 4 എന്താണ്? ആ ബോൾ അടിച്ചപ്പോൾ അതിന് പിന്നാലെ അത് പിടിക്കാനായിട്ട് നമ്മുടെ പപ്പി ഓടുകയാണ് അല്ലെ? വാട്ട് ഈസ് ദ പപ്പി ഡൂയിങ്? പപ്പി എന്താണ് ചെയ്യുന്നത്? പപ്പി ആ ബോൾ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പപ്പി ഈസ് ക്യാച്ചിങ് ദ ബോൾ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. അപ്പൊ ഇവിടെ ഈ ചിത്രത്തില് ഒരു ബുക്ക് ഷെൽഫിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ താഴേക്ക് വീഴുകയാണ് അല്ലെ? വാട്ട് ഹാപ്പൻ ടു ദ ബുക്സ്? ആ പുസ്തകങ്ങൾക്ക് എന്താണ് പറ്റിയത്? ആ ബുക്കുകൾ താഴെ വീണു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ബുക്സ് ഫെൽ ഡൗൺ. താഴെ വീഴുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫെൽ ഡൗൺ. ദ ബുക്സ് ഫെൽ ഡൗൺ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. ക്യാൻ യു മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് ഈവൻറ്റ്സ്? ദ ഈവൻറ്റ്സ് ആർ ഗിവൺ ആസ് സ്റ്റിക്കേഴ്സ്. ഇപ്പൊ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് സ്റ്റിക്കേഴ്സ് ആയിട്ട് നമ്മുടെ ബുക്കിന്റെ ഏറ്റവും അവസാനം തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിൽ ആ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഇതിൽ ഏതുമായിട്ടാണ് യോജിച്ചത് എന്ന് നോക്കിയിട്ട് അതിന് നേരെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യണം. ആദ്യത്തേൽ എന്താണ്? ക്ലിന്റ് ബോൾ തട്ടുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ക്ലിന്റ് കിക്ക്ഡ് ദ ബോൾ. അതാണ് ആദ്യം വരാം. രണ്ടാമത്തേത് എന്താണ്? ബോൾ വന്നിട്ട് ആ പുസ്തകങ്ങളുടെ ഷെൽഫിൽ തട്ടുകയാണ്. അപ്പൊ നമുക്ക് പറയാം ദ ബോൾ ഹിറ്റ് ദ ബുക്ക് ഷെൽഫ്. അടുത്തത് പുസ്തകങ്ങളെല്ലാം താഴെ വീഴാണ്. അത് നമ്മൾ എന്താ പഠിച്ചത്? ദ ബുക്സ് ഫെൽ ഡൗൺ. ആ പുസ്തകങ്ങൾ താഴെ വീണു. ഇങ്ങനെയാണ് ഈ ഈവൻറ്റ്സ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ സ്റ്റിക്കേഴ്സ് അതിന് മാച്ച് ചെയ്യുന്ന കോളത്തിൽ പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ഈ പുസ്തകങ്ങൾ താഴെ വീണപ്പോൾ അതിൽ നിന്ന് കുറെ ആനിമൽസ് പുറത്തേക്ക് ചാടുന്നുണ്ട്. ഐഡന്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ്. അപ്പൊ ആ പുസ്തകങ്ങളിൽ നിന്ന് പുറത്ത് ചാടിയ ആ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ പക്ഷികളുടെയും ഒക്കെ പേര് നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന കോളങ്ങളിൽ എഴുതാം. അപ്പൊ ആരൊക്കെയാണ് ഈ പുസ്തകങ്ങളിൽ നിന്ന് പുറത്ത് ചാടിയത്? ഈഗിൾ, ക്രോ, പാരറ്റ്, മങ്കി, സീബ്ര, റാബിറ്റ്, കാറ്റ്, റാറ്റ് ആൻഡ് ഡക്ക്. ഇവരൊക്കെയാണ് ഈ പുസ്തകങ്ങളിൽ നിന്ന് പുറത്ത് ചാടിയ മൃഗങ്ങളും പക്ഷികളും. ആക്ടിവിറ്റി 8 വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജീവികളെ തരംതിരിക്കാനാണ്. അതിൽ കുറെ ആനിമൽസും കുറെ ബേർഡ്സും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ദ ക്യാരക്ടേഴ്സ് ജംപ്ഡ് ഔട്ട് ഓഫ് ദി ബുക്സ്. ആ ബുക്സിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയും നമുക്ക് തരംതിരിക്കാം. അപ്പൊ അതിലെ മൃഗങ്ങൾ ആനിമൽസ് ആരൊക്കെയാണ്? സീബ്ര, കാറ്റ്, റാറ്റ്,
monkey and rabbit. ഇതൊക്കെയാണ് ആനിമൽസ് വരുന്നത്. ബേർഡ്സ് ആരൊക്കെയാന്ന് നോക്കാം. ഈഗിൾ, ഈഗിൾ ആരാണ്? പരുന്താണ്. പാരറ്റ്, പാരറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? തത്തയാണ് അല്ലേ. ക്രോ, കാക്ക. ഡക്ക്, ഡക്ക് ആരാണ്? താറാവാണ്. ഇവരൊക്കെയാണ് പുസ്തകത്തിൽ നിന്ന് പുറത്തു ചാടിയിട്ടുള്ള ബേർഡ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 9 നോക്കാം. ക്ലിന്റ് ബ്രോട്ട് ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ബാക്ക് ടു ദ ബുക്സ്. അപ്പൊ ക്ലിന്റ് ആ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു കയറ്റാൻ പോവാണ്. ബട്ട് വൺ വാസ് മിസ്സിംഗ്. ഇതിൽ ഒരു ആനിമൽ മിസ്സിംഗ് ആണ്. ഹു വാസ് മിസ്സിംഗ്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ആരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? കാറ്റ് ആണ് അല്ലെ. കാറ്റ് ആണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ആനിമൽ. ആക്ടിവിറ്റി 10, a cat was missing. അവിടെ ഒരു കാറ്റിനെ കാണാനില്ല. ക്ലിന്റ് ലുക്ഡ് എവ്രിവെയർ. ക്ലിന്റ് എല്ലായിടത്തും നോക്കി. Where did the cat go? കാറ്റ് എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക? ആ ചിത്രത്തിൽ നമുക്ക് കാണാം ആ പൂച്ച അടുക്കളയിൽ പോയിരിക്കുകയാണ്. The cat went to the kitchen. കാറ്റ് അടുക്കളയിലേക്കാണ് പോയത്. The cat went to the kitchen. Activity 11, let us complete the conversation. അപ്പൊ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാം. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം. രണ്ടുപേര് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലിന്റ് അമ്മയോട് ചോദിക്കുകയാണ്, മോം ഡിഡ് യു സീ എ കാറ്റ്? അമ്മ ഒരു പൂച്ചയെ കണ്ടോ എന്നാണ് ക്ലിന്റ് അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ അമ്മ എന്തായിരിക്കും പറയാ? എന്ത് പൂച്ച എന്നായിരിക്കും അല്ലെ. മദർ, വിച്ച് കാറ്റ് ക്ലിന്റ്? ഏത് പൂച്ചയാണ് ക്ലിന്റ്? ക്ലിന്റ് പറയാണ് പുസ്തകത്തിൽ നിന്ന് വന്ന പൂച്ചയാണ്. ദ കാറ്റ് ഫ്രം ദ ബുക്ക്. ആ ബുക്കിൽ നിന്ന് വന്ന പൂച്ച. മദർ, ഐ ഡോണ്ട് നോ സൺ. എനിക്കറിയില്ല എന്നാണ് അമ്മ പറയുന്നത്. നിങ്ങളും ഇതുപോലെ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 12 നോക്കാം. വാട്ട് ഹാപ്പൻ ടു ദ പപ്പി? വൈ ഈസ് ഹി ക്രൈങ്? എന്താണ് നമ്മുടെ ഈ പപ്പി കരയുന്നത്? എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക പപ്പിക്ക്? പപ്പിയുടെ ചെവിയിൽ നിന്ന് നമുക്ക് ബ്ലഡ് കാണാം അല്ലേ. പപ്പിയുടെ ചെവിയിൽ ആരാണ് സ്ക്രാച്ച് ചെയ്തത്? നമ്മുടെ പൂച്ചയാണ് പപ്പിയെ മാന്തിയത്. അപ്പൊ നമുക്ക് പറയാം, ദി കാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ. പൂച്ച പപ്പിയുടെ ചെവിയിലാണ് സ്ക്രാച്ച് ചെയ്തത്. അതുകൊണ്ടാണ് പപ്പി കരയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 13 നോക്കാം. വേർ ഈസ് ദ പപ്പി? പപ്പി എവിടെയാണുള്ളത്? പപ്പി ആ പായയിലാണ് അല്ലെ, മാറ്റിലാണുള്ളത്. അപ്പൊ നമുക്ക് പറയാം, ദ പപ്പി ഈസ് ഓൺ എ മാറ്റ്. പപ്പി ഒരു മാറ്റിലാണ് ഉള്ളത്. വേർ ഈസ് ദ ക്ലോക്ക്? ക്ലോക്ക് എവിടെയാണ്? ക്ലോക്ക് ചുമരിലാണ്. അപ്പൊ നമുക്ക് പറയാം, ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് മുകളിലാണെങ്കിൽ നമുക്ക് പറയാം ഓൺ എന്ന്. പപ്പി ഈസ് ഓൺ എ മാറ്റ്, ദ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ഇനി നമുക്ക് ആക്ടിവിറ്റി 14 നോക്കാം. അതില് പപ്പീനെയും കാറ്റിനെയും നമുക്ക് കാണാം. പപ്പി എവിടെയാണ്? കട്ടിലിന് താഴെയാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ദ പപ്പി ഈസ് അണ്ടർ ദ ബെഡ്. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ എന്നാണ് അർത്ഥം. അപ്പൊ ദ പപ്പി ഈസ് അണ്ടർ ദ ബെഡ്. പൂച്ചയാണെങ്കിലോ? പൂച്ച ബെഡിന് മുകളിലാണ്. അപ്പൊ നമുക്ക് പറയാം, ദ കാറ്റ് ഈസ് ഓൺ ദ ബെഡ്. പൂച്ച ബെഡിന് മുകളിലാണ്. ആക്ടിവിറ്റി 15 വരുന്നത് ഈ പൂവൻകോഴിനെ കളർ ചെയ്യാനാണ്. ലെറ്റ് us color the rooster. Paste color paper strips on the rooster's tail. എന്നിട്ട് ഈ പൂവൻകോഴിയുടെ വാലിൽ നിങ്ങൾ കളർ പേപ്പറിന്റെ പീസസ് കട്ട് ചെയ്തിട്ട് വാലുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ആക്ടിവിറ്റി 16 നോക്കാം. What does the rooster say? അപ്പൊ ഇവിടെ പപ്പി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് റൂസ്റ്റർ എന്തായിരിക്കും പറയുക എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ക്യാൻ യു സേ മ്യാവ്? നിങ്ങൾക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് പപ്പി ചോദിക്കുന്നത്. അപ്പൊ റൂസ്റ്റർ എന്താ പറയുന്നത്? ഇല്ല, എനിക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കോക്ക് ഡൂഡിൽ ഡു എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ എന്ന്. ഐ ഓൺലി സേ കോക്ക് ഡൂഡിൽ ഡു എന്നാണ് റൂസ്റ്റർ പറയുന്നത്. ആക്ടിവിറ്റി 17, ദ പപ്പി ഹേർഡ് ദ മ്യാവ് അഗെയിൻ. പപ്പി മ്യാവ് സൗണ്ട് വീണ്ടും കേൾക്കുകയാണ്. ഹി സോ എ മൗസ്. അങ്ങനെ അവൻ ഒരു എലിയെ കാണുകയാണ്. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പൊ അവരെന്തായിരിക്കും സംസാരിക്കുക? എന്തായിരിക്കും പപ്പി മൗസിനോട് ചോദിക്കുക? നിങ്ങൾക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്നായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ക്യാൻ യു സേ മ്യാവ്? നിങ്ങൾക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ? ദ പപ്പി ആസ്ക്ഡ്. അപ്പൊ മൗസ് എന്താ പറയാ? ഇല്ല, എനിക്ക് പറയാൻ പറ്റില്ല. നോ, ഐ കാൻ സേ മ്യാവ്, ഐ സേ പിപ്പ് പിപ്പ്. എനിക്ക് പിപ്പ് പിപ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ, സെഡ് ദ മൗസ്. ഇനി ആക്ടിവിറ്റി 18 വരുന്നത് ഒരു ഡോഗിനെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാനാണ്. ലെറ്റ് us മേക്ക് എ ഡോഗ് യൂസിങ് പേപ്പർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേപ്പർ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പേപ്പർ അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഡോഗിനെ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആ ഡോഗിനെ അടുത്ത പേജിൽ ആക്ടിവിറ്റി 19 നമുക്ക് പേസ്റ്റ് ചെയ്യണം. ഹാവ് യു മെയ്ഡ് എ പേപ്പർ ഡോഗ്? കളർ ദ ഡോഗ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. നിങ്ങൾ അതിനെ കളർ ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ ഒട്ടിച്ച ആ ഡോഗിനെ പറ്റി താഴെ എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് മൈ ഡോഗ്. ഇത് എന്റെ ഡോഗാണ്. ദിസ് ഈസ് എ വൈറ്റ് ഡോഗ്. ഇതൊരു
വെള്ള നിറത്തിലുള്ള ഡോഗാണ്. ഇറ്റ് ഹാസ് 2 eyes and 2 ears. ഇതിന് 2 കണ്ണുകളും 2 ചെവിയുമാണുള്ളത്. ഇറ്റ് ഹാസ് എ ലോങ് ടെയിൽ. അതിന് നല്ല നീളമുള്ള വാലുണ്ട്. ഐ ലൈക്ക് മൈ ഡോഗ്. എനിക്ക് എൻ്റെ ഡോഗിനെ വളരെ ഇഷ്ടമാണ്. നിങ്ങളും ഇതുപോലെ ഡോഗിനെ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡോഗിന്റെ കളർ ഏതാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 20 നോക്കാം. ആഡ് മോർ ലൈൻസ് ടു ദ റൈം. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഈ കവിതയിൽ കുറച്ചുകൂടി വരികളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ കവിത ആദ്യം വായിച്ചു നോക്കാം. പപ്പി പറയാണ്, ഹലോ റൂസ്റ്റർ ഡു യു സേ മ്യാവ്. പപ്പി ആദ്യം റൂസ്റ്ററിനോടാണ് ചോദിക്കുന്നത്, ഹലോ റൂസ്റ്റർ, നിങ്ങൾ മ്യാവ് എന്ന് പറഞ്ഞോ? അപ്പൊ റൂസ്റ്റർ എന്താ പറയുന്നേ? കോക്ക് ഡൂഡിൽ ഐ സേ ഓൺലി കോക്ക് ഡൂഡിൽ ഡു. റൂസ്റ്റർ പറയാണ്, ഞാൻ ആകെ കോക്ക് ഡൂഡിൽ ഡു എന്ന് മാത്രമേ പറയുള്ളൂ. പപ്പി അടുത്ത ആളോട് ചോദിക്കുകയാണ്. ആരാണ്? മൗസ് ആണ്. ഹലോ മൗസ് ഡു യു സേ മ്യാവ്. ഹലോ മൗസ്, നിങ്ങൾ മ്യാവ് എന്ന് പറഞ്ഞു. അപ്പൊ മൗസ് എന്താ പറഞ്ഞേ? പിപ് 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 ഐ സേ ഓൺലി പിപ് പിപ് പിപ്. എനിക്ക് പിപ് പിപ് എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റൂ എന്നാണ് മൗസ് പറയുന്നത്. അടുത്തത് പപ്പി ആരോട് ചോദിക്കുന്നത്? ഡോഗിനോടാണ്. ഹലോ ഡോഗ്. ഇനിയാണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ എന്താ പറയാ ഡോഗിനോട്? നിങ്ങൾ മ്യാവ് എന്ന് പറഞ്ഞു എന്നല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, ഡു യു സേ മ്യാവ്. ഡോഗ് എന്താ മറുപടി പറയാം? എനിക്ക് ബൗ വാവ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് ഡോഗ് പറയാം. നമുക്ക് എഴുതാം, ബൗ വാവ് ഐ സേ ഓൺലി ബൗ വാവ്. അങ്ങനെയാണ് അടുത്ത ലൈൻസ് വരുന്നത്. ഏത് ആനിമലിനോടാണ് ചോദിച്ചത് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ സൗണ്ടാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 21 നോക്കാം. വാട്ട് ഈസ് ദ പപ്പി ആസ്കിംഗ്. പപ്പി എന്താ ചോദിക്കുന്നേ? വാട്ട് ഈസ് ദ ഫ്രോഗ്സ് റിപ്ലൈ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. പപ്പി ഫ്രോഗിനോട് എന്താ ചോദിക്കുന്നേ? നിങ്ങൾക്ക് മ്യാവ് എന്ന് പറയാൻ പറ്റുമോ എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ചോദിക്കാം, ക്യാൻ യു സേ മ്യാവ്. അപ്പൊ ഫ്രോഗ് എന്താ തിരിച്ചു പറയുന്നേ? എനിക്ക് മ്യാവ് പറയാൻ പറ്റില്ല, എനിക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റൂ? എനിക്ക് ക്രോക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഐ സേ ഓൺലി ക്രോക്ക് എന്നാണ് ഫ്രോഗ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി 22 നോക്കാം. ഇവിടെ നമ്മുടെ ഡോഗ് നനഞ്ഞ് ആകെ വിഷമിച്ചിട്ട് വരികയാണ്. അപ്പോൾ റൂസ്റ്റർ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്. എന്താ പറ്റിയത്? അപ്പൊ എന്തായിരിക്കും പപ്പി പറയാ? പപ്പിയുടെ മൂക്കിൽ ഒരു തേനീച്ച കുത്തിയല്ലേ. അപ്പൊ ആ പപ്പി കുളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. പപ്പി എന്ത് പറയും? ഹണി ബീ സ്റ്റിങ് ഓൺ മൈ നോസ്. ഒരു തേനീച്ച എന്റെ മൂക്കിൽ വന്നിട്ട് കുത്തി. ഐ ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. ഞാൻ കുളത്തിലേക്ക് ചാടി എന്നാണ് ഇവിടെ പപ്പി പറയുന്നത്. ഇനി ആക്ടിവിറ്റി 23 എന്താണ്? വാട്ട് ഡിഡ് ക്ലിന്റ് ആസ്ക്. ക്ലിന്റ് എന്തായിരിക്കും പപ്പിയോട് ചോദിക്കുക? പപ്പിയോടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, കാറ്റ് സ്ക്രാച്ച്ഡ് മീ. എന്നൊരു പൂച്ച മാന്തി എന്ന് പറയുന്നുണ്ട്. ക്ലിന്റ് എന്ത് ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നിനക്ക് എന്താണ് പറ്റിയത് എന്നല്ലേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പറയാം? വാട്ട് ഹാപ്പൻ ടു യു മൈ ഡിയർ. അപ്പോ പപ്പി പറയാണ്, എന്നെ ഒരു പൂച്ച മാന്തി. കാറ്റ് സ്ക്രാച്ച്ഡ് മീ. ഇനി നമുക്ക് ആക്ടിവിറ്റി 24 നോക്കാം. ആർ യു ഇൻ ദ സ്റ്റോറി എന്നാണ് ഇതിൽ പറയുന്നത്. എന്താണ്? പാരറ്റിനോട് നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, പാരറ്റ് ആർ യു ഇൻ മൈ സ്റ്റോറി. പാരറ്റ് നിങ്ങൾ എന്റെ കഥയിലുണ്ടോ? നമ്മുടെ ഈ കഥയിൽ പാരറ്റ് ഉണ്ടോ? ഇല്ല അല്ലെ. പാരറ്റ് എന്താ പറയാ? ഞാൻ നിങ്ങളുടെ കഥയിലില്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, നോ ഐ എം നോട്ട് ഇൻ യുവർ സ്റ്റോറി. ഞാൻ നിന്റെ കഥയിൽ ഇല്ല. അടുത്തത് റൂസ്റ്ററിനോടാണ് നമ്മുടെ പപ്പി ചോദിക്കുന്നത്. റൂസ്റ്റർ നമ്മുടെ കഥയിലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ റൂസ്റ്റർ മറുപടി പറയുന്നുണ്ട്, യെസ് ഐ എം ഇൻ യുവർ സ്റ്റോറി എന്ന്. റൂസ്റ്ററിനോട് പപ്പി എന്ത് ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? റൂസ്റ്റർ ആർ യു ഇൻ മൈ സ്റ്റോറി എന്നായിരിക്കും പപ്പി ചോദിച്ചിട്ടുണ്ടാവുക. അടുത്തത് ഫ്രോഗിനോടാണ് ചോദിക്കുന്നത്. യു സേ ക്രോക്ക് റൈറ്റ്. നിങ്ങൾ ക്രോക്ക് എന്നല്ലേ പറയാ. അപ്പൊ എന്തായിരിക്കും ഫ്രോഗിന്റെ റിപ്ലൈ? യെസ് ഐ സേ ക്രോക്ക്. യെസ് ഞാൻ ക്രോക്ക് എന്നാണ് പറയുക. അടുത്തത് ഹണീബിയോടാണ് നമ്മുടെ പപ്പി ചോദിക്കുന്നത്. ഡു യു സേ പിപ് പിപ് പിപ്. നിങ്ങൾ പിപ് പിപ് എന്നാണോ പറയാ? അപ്പൊ ഹണീബി എന്താ പറയുന്നത്? ഇസ് എന്നാണ് അല്ലെ ഹണീബി പറയാ. അപ്പൊ ഹണീബി ഉത്തരം പറയാണ്, നോ ഐ ഡോണ്ട് സേ പിപ് പിപ് പിപ്. ഞാൻ പിപ് പിപ് എന്നല്ല പറയാന്നാണ് ഹണീബി റിപ്ലൈ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 25. ലെറ്റ് us ലേബൽ ദ ഹോംസ് യൂസിങ് സ്റ്റിക്കേഴ്സ്. ഇവിടെ ഓരോ ആനിമൽസിന്റെ വീടുകളും അതിന്റെ പേരുകൾ സ്റ്റിക്കറായിട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ആനിമലിന്റെ വീട് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തേത് ആരാണ്? ഒരു കാക്കയാണ് അല്ലെ, ക്രോ ആണ്. ക്രോ എവിടെയാ താമസിക്കുക? കാക്ക എപ്പോഴും കൂട്ടിലാണല്ലേ താമസിക്കുക. അപ്പൊ കിളികളുടെ കൂടിന് നമ്മൾ എന്താ പറയാ? നെസ്റ്റ് എന്നാണ് കിളിക്കൂടിനെ പറയാം. അപ്പൊ ആദ്യത്തെ ക്രോയുടെ ചിത്രത്തിനടുത്ത് നിങ്ങൾ നെസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം. അടുത്തത് മൗസ് ആണ്. എലികൾ എവിടെയാ താമസിക്കുക? പുത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അല്ലെ, ഹോൾസിലാണ് എലി താമസിക്കുക.
അപ്പൊ നിങ്ങൾ മൗസിന്റെ അടുത്ത് ഹോൾ എന്നുള്ള സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടത്. അടുത്തത് പപ്പിയാണ്. നായ്ക്കുട്ടികൾ അല്ലെങ്കിൽ പട്ടിക്കുട്ടികളൊക്കെ എവിടെയാ? നമ്മൾ പട്ടിയുടെ കൂടിലാണ് അവരെയൊക്കെ ഇടാം. അതിനെയാണ് നമ്മൾ കെന്നൽ എന്ന് പറയുന്നത്. അപ്പൊ കെന്നൽ എന്നുള്ള സ്റ്റിക്കറാണ് ഡോഗിന്റെ അടുത്ത് വരുന്നത്. അടുത്തത് തേനീച്ചയാണ്. തേനീച്ച എവിടെയായിരിക്കും? തേനീച്ച താമസിക്കുന്നതിനെയാണ് നമ്മൾ ഹണി കോം എന്ന് പറയുന്നത്. അടുത്തത് മങ്കിയാണ്. മങ്കി മരത്തിന് മുകളിലാണല്ലേ താമസിക്കുക. അപ്പൊ നമ്മൾ അവിടെ ട്രീ എന്നുള്ള സ്റ്റിക്കറാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും കഴിയാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.